ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച CPM നേതാവ് CN മോഹനന്റെ വിമർശനത്തിന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ്. ജനപിന്തുണ അളക്കാൻ അംഗസംഖ്യ മാത്രം പോരെന്ന് സുരേഷ് രാജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. CPIയേക്കാൾ CPM-നാണ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെട്ടതെന്നും സുരേഷ് രാജ് ആരോപിച്ചു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, CPI പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ CPI ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഈ പോസ്റ്റിൽ പറയുന്നത്? പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള CPM CPI തർക്കത്തിനിടെയാണ് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള CM മോഹനൻ 5000 വോട്ട് പോലും ഒറ്റയ്ക്ക് നേടാനാകാത്ത പാർട്ടിയാണ് CPI എന്നുള്ള നിലക്കുള്ള ഒരു പരിഹാസം ഉണ്ടായത്. അതിനുള്ള മറുപടി ആയിക്കൊണ്ടാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള KP സുരേഷ് രാജ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ജനപിന്തുണ അളക്കാൻ അംഗസംഘം മാത്രം പോരാ, ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ ആത്മപരിശോധനയാണ് വേണ്ടത്. ഇടതു നയങ്ങളിൽ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യുന്നത് CPIയുടെ രാഷ്ട്രീയ നിലപാടാണ്. അതുകൊണ്ട് CPI ദുർബലപ്പെടുത്താൻ ഇത്തരത്തിലുള്ള കണക്കുകൾ, വ്യാജ കണക്കുകൾ വെച്ചുകൊണ്ട് വരേണ്ടതില്ല. CPIയേക്കാൾ CPM-നെയാണ് കൂടുതൽ നഷ്ടം ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ സംഭവിച്ചത് എന്നുള്ളതിന് ചില കണക്കുകൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ കണക്കുകളിൽ 2026 ഈ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വോട്ട് വ്യത്യാസം കൃത്യമായി പറയുന്നുണ്ട്. അതിൽ 1000-ത്തിനടുത്ത് വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് രണ്ട് പാർട്ടികൾക്കും ഉണ്ടായിട്ടുള്ളത് വോട്ട് ശരാശരിയിൽ. അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് വ്യത്യാസമല്ല ഒരു പാർട്ടിയുടെ ജനപിന്തുണ അളക്കേണ്ടത്, അല്ലെങ്കിൽ നേടിയ വോട്ടുകളുടെ എണ്ണമല്ല ജനപിന്തുണ അളക്കുന്നതിനുള്ള അടിസ്ഥാനം എന്ന നിലക്കുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അതോടൊപ്പം തന്നെ PMCയുമായി ബന്ധപ്പെട്ട് നേരത്തെ V ശിവൻകുട്ടി CPIയെ ആക്രമിച്ചുകൊണ്ടൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു കൂടി ഉണ്ടായിരുന്നു. അനർഹമായത് നേടിയെടുക്കുന്ന CPI എന്നുള്ള നിലക്കായിരുന്നു പരാമർശങ്ങൾ. അതൊക്കെ തന്നെ V ശിവൻകുട്ടിക്കെതിരെ കൂടിയുള്ള ഒരു വിമർശനം KP സുരേഷ് രാജിന്റെ ഭാഗത്തുണ്ട്. PMC വഷളാക്കിയത് ശിവൻകുട്ടിയാണ്. ഫയലിലെ ഉള്ളടക്കം തന്റെ പാർട്ടിക്കെതിരാണെന്നുള്ളത് മനസ്സിലാക്കാതെ തന്റെ മുമ്പിൽ വന്ന ഫയൽ ഒപ്പിടുകയാണ് ശിവൻകുട്ടി ചെയ്തതെന്നുള്ളൊരു വിമർശനം ശിവൻകുട്ടിക്കെതിരെ കൂടി പറയുകയാണ്. ഏതായാലും ഈ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനവുമായി ബന്ധപ്പെട്ട് തർക്കം രൂക്ഷമാവുന്നതിനിടെയാണ് CPIയുടെ ഭാഗത്തുനിന്നും ഒരു അതിരൂക്ഷമായ വിമർശനം CPM-ന് അല്ലെങ്കിൽ നേരത്തെ ഈ വിമർശനം ഉയർത്തിയ CN മോഹനനും ശിവൻകുട്ടിക്കുമെതിരെയൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ശരി, പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കത്തിനിടയിലാണ് CPM നേതാവ് CN മോഹനന്റെ വിമർശനത്തിന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്.